കാട്ടാരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന തിരുനെല്ലി അപ്പപ്പാറ കൊണ്ടിമൂല സുബ്രഹ്മണ്യന് വനംവകുപ്പ് നൽകിയത് വെറും 10,000 രൂപ. കഴിഞ്ഞ ഡിസംബർ 22-ന് വൈകുന്നേരം 7 മണിയോടെയാണ് സുബ്രഹ്മണ്യൻ വീടിന് സമീപത്തെ വയലിലെ ഏറുമാടത്തിലേക്ക് പോകുന്നതിനിടയിൽ വീട്ടുമുറ്റത്ത് വെച്ച് ആന ആക്രമിച്ചത്. ഇപ്പോഴും നടക്കാൻ പോലും കഴിയാതെ സുബ്രഹ്മണ്യൻ വീട്ടിൽ വിശ്രമിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബർ 22-ന് വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. സുബ്രഹ്മണ്യൻ വീടിനു സമീപത്തെ വയലിലെ കൃഷിയിടത്തിലെ ഏറുമാടത്തിലേക്ക് വന്യമൃഗങ്ങളെ ഓടിക്കുന്നതിനായി പോകുന്നതിനിടയിൽ വീട്ടുമുറ്റത്ത് വെച്ച് ആന ആക്രമിക്കുകയായിരുന്നു. ആനയുടെ ആക്രമണത്തിൽ സുബ്രഹ്മണ്യനെ കാലിന് പരിക്കേൽക്കുകയും പല്ലുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. ഓടിയെത്തിയ ഭാര്യ ദേവകിയെ കണ്ട് ആന സമീപത്തെ കാപ്പിത്തോട്ടത്തിലേക്ക് ഓടി മറയുകയായിരുന്നു. ഇവിടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നടന്നു പോയി ഇവിടെ വയലിലേക്ക് പോയിട്ട് തീയിടാൻ വേണ്ടി പോയാൽ അപ്പോഴത്തേക്ക് ആന വന്നിട്ട് അറ്റാക്ക് ചെയ്തേ. ഞാൻ ടോർച്ച് എൻ്റെ കയ്യിലുണ്ട്, ടോർച്ചിനെ അടിച്ചിട്ടില്ല. അപ്പോൾ ആന വന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ട് എന്നെ അടിച്ചു. അതിട്ടതിന് ശേഷം പിന്നെ ഇവിടെ ഓടി വന്നു. ഇവിടെ അപ്പം എനിക്ക് ഓർമ്മയില്ലായിരുന്നു. പിന്നെ ഇവിടെ ഓടി വന്നിട്ട് ആൾക്കാരെ കൂട്ടിയത്. സുബ്രഹ്മണ്യൻ ഇപ്പോൾ വീട്ടിൽ കിടപ്പിലാണ്. ഇദ്ദേഹത്തിന്റെ ഏക ആശ്രയമായിരുന്ന ചായക്കട 2 മാസമായി തുറന്നിട്ടില്ല. ആശുപത്രിയിലെത്തിയ വനപാലകർ എക്സ്റേ എടുത്ത് 10,000 രൂപ നൽകി പിരിഞ്ഞുപോയതല്ലാതെ ഇതുവരെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നാണ് സുബ്രഹ്മണ്യൻ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.